ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്ററാണ്. ഇത് ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് 2025 വേർഷനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫോട്ടോഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും നിങ്ങൾക്ക് കണ്ണിലേക്ക് വരിക. ഫോട്ടോഷോപ്പ് തീരെ അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കംപ്ലീറ്റ്ലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിന് ന്യൂ പോവാം, അല്ലെങ്കിൽ Ctrl+N ചെയ്താലും നമുക്ക് ന്യൂ ഫയൽ സെലക്ട് ആവും. ഇവിടെ ഇപ്പം നമ്മൾ ന്യൂ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രിന്റിൽ A4 സൈസിലാണ് ഞാൻ ഏതൊരു ഡോക്യുമെന്റും ക്രിയേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെ പ്രീസെറ്റ് ഡീറ്റെയിൽസിൽ വന്നാൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ എന്നുള്ള പേരാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പോസ്റ്റർ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഏത് പേരാണോ നിങ്ങൾക്ക് അവിടെ വേണ്ടത് വെച്ചാൽ അതവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ മില്ലിമീറ്റേഴ്സ് മാറ്റിയിട്ട് ഇഞ്ചസ് ആക്കുന്നുണ്ട്. അപ്പോൾ വിഡ്ത്ത് 8, ഹൈറ്റ് 11, 12 വെക്കാം. പിന്നെ ഓറിയന്റേഷൻ വേണമെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് വെക്കാം, പോർട്രേറ്റും വെക്കാം. ഞാൻ പോർട്രേറ്റ് ആണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ റെസൊല്യൂഷൻ വന്നിട്ട് 300 ആണ്. പിന്നെ ഇവിടെ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. RGB എന്നുള്ളത് ഉണ്ട്, അതിൽ ഗ്രേ സ്കെയില്, CMYK ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ RGB കളർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഡോക്യുമെന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നു. അങ്ങനെ നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും എന്റെ കണ്ണുകളിലേക്ക് വരിക. അപ്പോൾ ഫോട്ടോഷോപ്പ് തീരെ അറിയില്ല ആണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെയാണ് ലേയേഴ്സ് ഉണ്ടാവുക, ഇവിടെയാണ് ടൂൾ ബോക്സ് ഒക്കെ ഉണ്ടാവുക, ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് ഒക്കെ ഇവിടെയാണ് കാണുക കേട്ടോ. നമുക്ക് Ctrl+R പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ സ്കെയിലൊക്കെ വരുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ക്രിയേറ്റ് ന്യൂ ലെയർ. ഇത് അമർത്തി കഴിഞ്ഞാൽ ന്യൂ ലെയർ അവിടെ ക്രിയേറ്റ് ആവും. ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് സോളിഡ് കളർ, ഗ്രേഡിയന്റ്, പാറ്റേൺ ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈന് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേഡിയന്റ് എടുക്കുക. എന്നിട്ട് ഗ്രേഡിയന്റിൽ വന്നിട്ട് പല കളേഴ്സും ഉണ്ട് കേട്ടോ. ഇവിടെ ഞാനിവിടെ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞു അല്ലേ. അങ്ങനെ നമ്മള് ബീജ് കൊടുത്തു. ബീജിക്ക് നമ്മൾ കൊടുത്തത് ഗ്രേഡിയന്റ് ആണ്, ബ്ലൂ കളറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടി വെച്ചാൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യാം. ഫോട്ടോ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഫോട്ടോന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഫയൽ എടുക്കുക, പ്ലേസ് എംബഡഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഏത് ഫയലിലാണോ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ഉള്ളത് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേസ് എന്നുള്ളത് കൊടുത്താൽ ആ ഫോട്ടോ ഇവിടെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ ടിക്ക് അമർത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പറയാ റീസൈസ് ചെയ്യണം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ മൗസിന്റെ ഈ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതല്ല, ഇതൊന്നും നമുക്ക് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടി വെച്ചാല് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ കോർണറിലേക്ക് വന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് പിടിച്ചാല് നമുക്കിത് റീസൈസ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്കിത് സൂം ഇൻ ചെയ്യണമെങ്കിലും ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസിന്റെ അവിടെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്കത് സൂം ഇൻ ആക്കാനും പറ്റും, സൂം ഔട്ട് ആക്കാനും പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് പെൻ ടൂൽ ഉപയോഗിച്ച് ഈ ക്യാൻമേ വരച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ സെലക്ഷൻ ആവും. എന്നിട്ട് മേക്ക് സെലക്ഷൻ ആക്കി കഴിഞ്ഞിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട്
ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കാം. പെൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, വേഗത്തിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് എടുക്കുന്നത്. ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യാനായിട്ട് മുന്നേ ഇവിടെ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് സെലക്ട് ചെയ്യാനായിട്ട് മുന്നേ ഇവിടെ നമുക്ക് വന്നിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ സെലക്ട് ആയി. ഇവിടെ സെലക്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ നമുക്ക് സെലക്റ്റഡ് ആയ പോർഷൻ നമുക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു പോർഷൻ കളയണം എന്നുണ്ടെങ്കിൽ ഈ സബ്ട്രാക്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പോർഷൻ വേണ്ട, അപ്പൊ നമുക്ക് അത് കളയാവുന്നതാണ്. അതല്ല നമുക്ക് ഒരു ലെയറും ഒരു പാർട്ടും കൂടി ജോയിൻ ചെയ്യണം, ഒരു പാർട്ടും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് സെലക്ടിന്റെ അവിടെ പോയിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാനിനെ ഫുൾ സെലക്റ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഭാഗം എനിക്ക് വേണ്ട. അതിന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഈ സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ള ടൂൾ അമർത്തിയതിന് ശേഷം ഈ ഒരു പോർഷന്റെ അവിടെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഒരു പോർഷൻ, ഈ ഒരു ചെറിയ പോർഷനും കൂടി എനിക്ക് വേണ്ട. അപ്പൊ ഈ ഒരു പേജും കൂടി നമുക്ക് കളയണം. നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും പെർഫെക്റ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൂള് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ പെൻ ടൂൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മൂവ് ടൂൾ എടുക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇവിടെയാണല്ലോ സെലക്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ ന്യൂ ലെയർ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫോട്ടോനെ സെലക്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+C കൊടുക്കുക, Ctrl+V കൊടുക്കുക. അപ്പൊ എന്തായി, ന്യൂ ലെയറിലേക്ക് BG ഇല്ലാതെ നമുക്കൊരു ഫോട്ടോ കിട്ടി. ഇത് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് സെലക്ട് കൊടുത്തിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻ സെലക്ട് ആയി. അങ്ങനെ സെലക്ട് ആയതിനു ശേഷം നമ്മൾ ആ ഒരു ഫോട്ടോയിൽ തന്നെ സെലക്ട് ആയതിനു ശേഷം Ctrl+C കൊടുത്തു എന്ന് വെച്ചാൽ കട്ട് ചെയ്തു, Ctrl+V കൊടുത്തു എന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്തു. അടുത്ത ലെയറിലേക്ക് നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ ഒരു ക്യാനിനെ കിട്ടി. മനസ്സിലായോ? അങ്ങനെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്കത് അതിന്റെ ആവശ്യമില്ല അവിടെ, അല്ലെ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്, അല്ലെ? ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് സെലക്ഷൻ ടൂൾ കൊടുത്തിട്ട് മാർക്ക് സെലക്ഷൻ ടൂൾ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് അതാണ് ചെയ്യാൻ പോണത്. കുറച്ച് സ്പീഡിലാണ് ഇവിടെ കാണിക്കാൻ പോണത് കേട്ടോ. നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു ക്യാൻ എടുത്തത് മനസ്സിലായി വിശ്വസിച്ചിട്ടാണ് ബാക്കിയുള്ളത് സ്പീഡിൽ ചെയ്യണത് കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോസ് ഒക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിരിക്കണത്. ഇനി നമുക്കതിനെ ഓർഡർ ചെയ്ത് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ലെയേഴ്സിന്റെ അവിടെ ഞാൻ എന്താ വെച്ചാല് ഓരോ ലെയറിനും പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഐസ് ക്യൂബ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. മിൻ ലീവ്സ് ആണെങ്കിൽ മിൻ ലീവ്സിന്, അങ്ങനെ കൊറിയാൻഡർ ലീവ്സ് ആണെങ്കിൽ കൊറിയാൻഡർ ലീവ്സിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. പേര് എങ്ങനെ കൊടുക്കുക, ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ പേര് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയലില് എക്സ്പോർട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ക്വിക്ക് എക്സ്പോർട്ട് ആസ് PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ പോകും. അതല്ല നമുക്ക് എക്സ്പോർട്ട് ആസ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ JPG, PNG ഏത് ഫോർമാറ്റിലും വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പൊ ഞാൻ JPG ആണ് കൊടുക്കുന്നത്. വിഡ്ത്ത്, ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ക്വാളിറ്റി നമുക്ക് ഇവിടെ കൂട്ടാനുള്ളതുണ്ട്. ഇവിടെ ഹൈ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എവിടെയാണോ സേവ് ചെയ്ത് വെക്കേണ്ടത് വെച്ചാൽ അവിടെ സേവ് ചെയ്ത് റീനെയിം ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോ ഇവിടെ റീനെയിം ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എഡിറ്റ് ലാബിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മള് ഓരോന്നും പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ആദ്യം നമുക്ക് ഇത് പാലല്ല, ഇത് ലബാൻ റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യം ഒന്ന് റീസൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് എന്തെങ്കിലും റീസൈസ് ചെയ്യാണ്ടെങ്കിൽ റീസൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസിന്റെ അവിടെ റീസൈസ് ചെയ്യാം. അതും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആഡ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ വെച്ചു. ഇതിപ്പോ ഈ ഇപ്പൊ നമ്മള് ഫോട്ടോ സാധാരണ എഡിറ്റ് ചെയ്യുമ്പോ ഈ ഒരു ഇതിലിപ്പോ നമ്മുടെ മിന്റ് ലീവ്സ് ക്യാന്റെ പിന്നിലോട്ടായി നിൽക്കണത് അല്ലേ? ഇതെങ്ങനെയാ നിക്കണേന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ലെയർ, ഇതാണ് ക്യാൻ. ഈ ക്യാനിന്റെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ മിന്റ് ലീവ്സ് ക്യാനിന്റെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ ഇത് മുകളിലോട്ടായിട്ട് നിൽക്കും. ക്യാന്റെ മുകളിലോട്ടായിട്ട് നിൽക്കുക. ഇതിപ്പോ നമുക്ക് വേണ്ടത് ക്യാന്റെ പിന്നിലോട്ടായിട്ടാണ് മിന്റ് ലീവ്സ് വെക്കേണ്ടത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ മിന്റ് ലീവ്സിന്റെ ലെയർ എടുത്തിട്ട് ക്യാനിന്റെ ലെയറിന്റെ അടിയിൽ വെക്കാം. താഴെ വെക്കുക കേട്ടോ. താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇത് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പലതും ചെയ്യേണ്ടത് കേട്ടോ. ഈ നമ്മുടെ ആംല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗ്രീൻ ചില്ലി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഐസ് ക്യൂബ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇതിന്റെ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിന്റെ ആഫ്റ്റർ എഫക്ട്സിന്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് എങ്ങനെ ആനിമേറ്റ് ചെയ്യാന്നുള്ളത്. ഇതിപ്പോ ഫോട്ടോഷോപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ ഈ കൊറിയാൻഡർ ലീവ്സും അതുപോലെ ഇവിടെ വെക്കുക. എന്നിട്ട് പിന്നെ ടെക്സ്റ്റ് കൊടുക്കേണ്ട രീതി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിന്റെ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ദ അൾട്ടിമേറ്റ് സമ്മർ ആണ്. സമ്മർ കൂൾ ഡൗൺ ആണ് ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ടെക്സ്റ്റിൽ വല്ല മാറ്റങ്ങൾ നമുക്ക് കൊടുക്കണേ, അതൊന്ന് സ്റ്റൈല് മാറ്റണം, ഫോൺ സ്റ്റൈൽ മാറ്റണം, അതല്ലെങ്കിൽ അതിന്റെ ഇറ്റാലിക് ആക്കണോ, റെഗുലർ ആക്കണോ, എന്തും നമുക്ക് ആ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു ഇത് ഫോൺ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഏത് ടെക്സ്റ്റ് സ്റ്റൈൽ ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സൈസ് കുറയ്ക്കാനും കൂട്ടാനും ബോൾഡ് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനും ഒക്കെ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് അമർത്തുക കേട്ടോ. ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തത്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഒന്ന് ഡിലീറ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് Ctrl Z അമർത്തിയാൽ മതി കേട്ടോ. Ctrl Z അമർത്തിയാൽ നമ്മള് ഡിലീറ്റ് ആയത് അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിന്റെ എഡിറ്റിംഗ് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ടെക്സ്റ്റും ഇങ്ങനെ കൊടുത്താണ്. ടെക്സ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. ഇവിടെ കുറച്ച് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ മാറ്റാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.